ഘടനയിലൊന്നും ഇനി മാറ്റം വരുത്താൻ എന്തായാലും കഴിയില്ല. കാരണം ഇനി പിന്നെ ഓപ്പണിംഗ് സ്ലോട്ട് പൊളിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ സഞ്ജുവിനെ തിരിച്ചു കൊണ്ടുവരണം എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അതൊരിക്കലും സാധ്യമാവില്ലല്ലോ. ഇതിൽ പിന്നെ ഈ ഷാൽക്കിക്ക് അതുപോലെ തന്നെ മുഹമ്മദ് മുഹ്സിൻ ഇങ്ങനെ കുറേ പേരുകളൊന്നും നമ്മൾ ഇതുവരെ ലോക ക്രിക്കറ്റിൽ കേട്ടിട്ടില്ലാത്ത കുറേ പേരുകളാണ്. അവരൊക്കെ 8ന് താഴെ എക്കോണമി എന്ന് പറഞ്ഞാൽ ഒരു പവർ പ്ലേ ഒക്കെ കഴിയുന്ന സമയത്ത് 70നും 80നും മുകളിലൊക്കെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയും ന്യൂസിലൻഡിനെതിരെയും ഒക്കെ സ്കോർ ചെയ്തുകൊണ്ടിരുന്ന ഇന്ത്യ അമേരിക്കയെ പോലെ നേരത്തെ MSK പറഞ്ഞതുപോലെ ലോക ക്രിക്കറ്റിൽ അങ്ങനെ ഇത്തിരി കുഞ്ഞൻ രാജ്യങ്ങൾ എന്ന് പറയുന്ന രാജ്യങ്ങളില്ല എന്ന് നമ്മൾ വിലയിരുത്തേണ്ടി വരും. കാരണം കഴിഞ്ഞ T20 ലോകകപ്പിൽ ഇവർ വരവറിയിച്ചതാണ്. സന്നാഹ മത്സരത്തിൽ 2 കളിയിൽ ഇന്ത്യക്കെതിരെ 200 റൺ സ്കോർ ചെയ്തവരാണ്. ന്യൂസിലാൻഡിനെതിരെ കളി തോറ്റിട്ടും 200ന് മുകളിൽ സ്കോർ ചെയ്ത ടീമാണ് അമേരിക്ക എന്ന് ഓർക്കണം. ആ ടീമിൽ നമ്മൾ ഈ കളിയിലേക്ക് എടുക്കുന്ന സമയത്ത് ഏറ്റവും മികച്ച ബോളിംഗ് പെർഫോമൻസ് വന്നിട്ടുള്ളത് പിന്നെ ഇന്ത്യയുടെ ആസ്പെക്ട്സിൽ നോക്കുമ്പോൾ ഇന്ത്യ ആണെങ്കിലും ഇന്ത്യയെപ്പോലൊരു ടീമിനെതിരെ അമേരിക്ക നടത്തിയ ബോളിംഗ് പ്രകടനത്തെ നമ്മൾ എടുത്തു പറഞ്ഞാൽ മതിയാവും. പിന്നെ പവർ പ്ലേ അടിക്കുന്ന സമയത്ത് 48 മറ്റോ റൺസാണ് ഇന്ത്യക്കുള്ളത്. 4 വിക്കറ്റ് പോയിട്ടുണ്ട്. ആ ഷാൽക്യുക്ക് എറിഞ്ഞ ഒരൊറ്റ ഓവറിലാണ് ഇഷാൻ കിഷൻ പോകുന്നത്, തിലക് വർമ്മ പോകുന്നത്, ശിവൻ ദുബെ പോകുന്നത്. പിന്നെ പേസ് വേരിയേഷനുകൾ വരുന്ന സമയത്ത് അതിന് മുന്നിൽ മുട്ടിടിക്കുന്ന ടോപ്പ് ഓർഡർ നമ്മൾ ശരിക്ക് എക്സ്പോസ്ഡ് ആയൊരു ദിവസമാണിത്. ഇനി പിന്നെ അമേരിക്കൻ ബോളർമാരെ മുമ്പ് അറിയാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ ശിവൻ ദുബെ പുറത്തായ ബോളൊക്കെ ശ്രദ്ധിക്കണം. വളരെ ഒരു സ്ലോവർ ഡെലിവറിയിൽ എങ്ങനെയാണ് അത് നേരിടേണ്ടത് എന്നറിയാതെ ഒരു റെസ്പോൺസിബിൾ ഇന്നിങ്സ് കളിക്കേണ്ട ഒരു സമയമായിരുന്നു അത്. പിന്നെ 3 വിക്കറ്റൊക്കെ പോയി നിൽക്കുന്ന സമയത്ത് ഒന്ന് പതിഞ്ഞ താളത്തിൽ തുടങ്ങുക. ഇതിൽ മറ്റൊന്ന് എടുത്ത് പറയേണ്ടത് സൂര്യ 50 റൺസ് എടുത്തിട്ടുണ്ടെങ്കിലും 15 റൺസ് എടുത്ത് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഈസി ക്യാച്ച് വിട്ടുകളയുന്നുണ്ട് അവർ. അപ്പോൾ നമ്മൾ 160 പിന്നെ അവസാനം ആകെ ഈ നേത്രാവൽക്കർ മാത്രമാണ് നമ്മൾ ഈ ചർച്ചയ്ക്ക് മുമ്പ് ഇരിക്കുന്ന സമയത്ത്. പിന്നെ ടൂർണമെൻറ്റിന് മുമ്പ് നമ്മൾ ടാക്ടിക്സ് ഇരുന്ന സമയത്ത് അവർക്കിടയിൽ ഭയക്കേണ്ട ആളുകളിൽ ഒന്ന് നേത്രാവൽക്കറാണെന്ന് പറയുകയും കഴിഞ്ഞ ടൂർണമെൻറ്റിൽ വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് എടുത്ത് നേത്രാവൽക്കറാണെന്ന് പറയുകയും ചെയ്യുന്ന സമയത്ത് ഇന്ന് അവർക്കിടയിൽ ഏറ്റവും കൂടുതൽ റൺസ് വിട്ട് നൽകിയത് നേത്രാവൽക്കറാണ്. ബാക്കി എല്ലാവരും 8ന് താഴെ എക്കോണമി ഉള്ളവരാണ്. അവരുടെ 2 ബോളർമാർക്ക് പരിക്കേൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എക്കോണമി നന്നായി കുറഞ്ഞെറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മൊഹ്സിൻ ഖാനോ മറ്റോ അലിഖാനും ശുഭൻ രാജനെ ഇവർക്ക് 2 പേർക്കും 4 ഓവർ പൂർത്തിയാക്കി എറിയാൻ കഴിഞ്ഞിട്ടില്ല. 2 ഓവറാണ് എറിയുന്നത്. അവർ 2 പേരും 6 താഴെ എക്കോണമി ഉള്ളവരായിരുന്നു. അപ്പോൾ ഗതികെട്ടിട്ട് നേത്രാവൽക്കർക്ക് കൊടുക്കേണ്ടി വരികയാണ്. ആ ഓവറിനെ ശരിക്കും സൂര്യ യൂട്ടിലൈസ് ചെയ്യായിരുന്നു കണ്ടത്. സൂര്യകുമാർ യാദവിൻ്റെ ആ ക്യാച്ച് എങ്ങാനും എടുത്തിരുന്നെങ്കിൽ ഈ കളിയുടെ വിധി മറിച്ചൊന്നായി പോയതാണ്. ടീം കോമ്പിനേഷൻ മാറ്റുക എന്ന് പറയുന്നത് ജസ്പ്രീത് ബുംറ തിരിച്ചു വരുന്ന സമയത്ത് ഈ 3 വിക്കറ്റ് എടുത്ത സിറാജിനെ നമുക്ക് പുറത്തിരുത്തേണ്ടി വരും എന്നുള്ളതൊരു റിയാലിറ്റിയാണ്. ഇനി ഇന്ത്യക്ക് സിമ്പിളായിട്ട് പിന്നെ ഗ്രൂപ്പ് കടക്കാൻ കഴിയും. നെതർലാൻഡ്സും പിന്നെ നമീബിയാണ് അത്ര വലിയ പാകിസ്ഥാനെതിരെ മത്സരം കളിക്കേണ്ടി വരില്ല. അപ്പോൾ ഈ കോമ്പിനേഷൻ തന്നെ നിലനിർത്താനാണ് സാധ്യത.